ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമിത്താം ധർമ്മസുമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹംസാദിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഉത്തരഗീത 2-ാം അധ്യായം 48 ശ്ലോകങ്ങളും നമ്മൾ ചിന്തിച്ച് സമർപ്പിച്ചതാണ്. ഇനി ഉത്തരഗീതയിലെ 2-ാം അധ്യായവും ഗീതാശാസ്ത്രവും തമ്മിലുള്ള ബന്ധം ഒന്ന് താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് അടുത്ത ഘട്ടത്തിലെ നമ്മുടെ ഒരു ശ്രമം. അപ്പം അതിൽ ഉത്തരഗീത 2-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഗീതയിൽ 6-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഇതിൽ 3-ാം ശ്ലോകത്തിൽ പറഞ്ഞത് ജീവേ പരേണ താതാത്മ്യം സർവകം ജ്യോതിരീശ്വരം പ്രമാണ ലക്ഷണജ്ഞേയം സ്വയം ഏകാഗ്ര വേദിന. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള തന്മയീഭാവം അഥവാ താതാത്മ്യം എപ്രകാരം എന്ന് ഭഗവാൻ പറഞ്ഞു. ഉപാസകന് സ്വശരീരം മുഴുവനും അതോടൊപ്പം ബ്രഹ്മാണ്ട കടാഹങ്ങളിലും ഈ പ്രപഞ്ചപ്രാണനും ജീവപ്രാണനും ഒന്നാണെന്ന ഭാവം നമുക്ക് പ്രകടമാകുമ്പോൾ ജ്യോതിർമയമായിരിക്കുന്ന ഒരു ഈശ്വര രൂപമായി തീരും. ദേഹബോധം വിട്ട് ആത്മബോധത്തിലേക്ക് എത്തിയ ദേഹം പോലും ആത്മബോധത്തിലേക്ക് എത്തുന്നർത്ഥം. അപ്പോൾ ഏകാഗ്രചിത്തനായ ജ്യോതിക്ക് സ്വയം ഉണ്ടാകുന്ന ഒരനുഭവം, അറിവ് തന്നെയാണ് ഇതിൻ്റെ പ്രമാണവും ലക്ഷണവും. ഇത് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞു. ഇത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ 6-ാം അധ്യായമാണ് യോഗാരൂഢനാകേണ്ടത് എങ്ങനെയാണെന്നുള്ള മാർഗത്തെയൊക്കെ ഗീതയിൽ പറയുന്നത്. ഇതിൽ 10-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, യോഗി ഉജ്ജീത സതതം ആത്മാനം രഹസ്യസിത ഏകാഗി അധചിത്താത്മാ നിര ശരീരപരിഗ്രഹ. യോഗി വിജനമായ സ്ഥലത്ത്, ആരിൽ നിന്നും ഉപദ്രവവും ശല്യവും ഒന്നും ഉണ്ടാകാത്ത സ്ഥലത്ത് ഏകാഗിയായിരുന്ന ഈ വിദ്യ അഭ്യസിക്കണം. ശാരീരിക മാനസിക വ്യാപാരങ്ങളെ അടക്കി സ്ഥിരമായിട്ട് ഇരിക്കണം. ആസനജയം നേടിയിരിക്കണം. ഇന്ദ്രിയങ്ങളുടെ നിരോധനം ഇവിടെ സർവപ്രധാനമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുടെ നിരോധനത്തിൽ മനസ്സിനെയും കർമ്മേന്ദ്രിയ പ്രവർത്തനങ്ങളുടെ നിരോധനത്താൽ ശരീരത്തിനെയും അടക്കി നിർത്താനാവുന്നതാണ്. ഉപാസകന് ഒന്നിലും ആഗ്രഹമില്ലാത്തവനും ഒന്നും കരുതി വയ്ക്കാത്തവനും ആയിരിക്കണം. അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ധ്യാനിക്കുക. അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ ധ്യാനിക്കുക. മനസ്സിനെ ഏത് സമയവും ആത്മാവിലേക്ക് തന്നെ നയിച്ച് കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്ത് ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയിലെത്തുമ്പോൾ കേവല കുംഭവും ധാരണയും അവസ്ഥയിൽ തന്നെ ധ്യാനത്തിൻ്റെ പരമകാഷ്ഠയായിരിക്കുന്ന കേവല കുംഭവും ധ്യാനവും സാധ്യമാകുന്നതാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ശുചൗദേശേ പ്രതിഷ്ഠാഭ്യാം സ്ഥിരം മാനസമാത്മന നാജിത്രിതം നാതിനീചം ചൈലാചന കുശോത്തരം. ഉപാസകൻ ശുചിയായിരിക്കുന്ന സ്ഥലത്ത് തനിക്ക് ഇരുന്ന് ധ്യാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരിപ്പിടം തയ്യാറാക്കണം. അധികം ഉയർന്നതോ താഴ്ന്നതോ ആയിക്കരുത് ആ ഇരിപ്പിടം. ആസനം ശരിയായ വിധത്തിൽ ഉറപ്പിക്കുന്നതിന് ദർഭപുല്ല്, മൃഗചർമ്മം, വസ്ത്രം ഇവ മേൽക്കുമേൽ വിരിച്ച് മൃദുവും സുഖമുള്ളതുമാക്കി തീർക്കണം. ഇപ്രകാരമുള്ള സ്ഥിരമായ ആസനത്തിൽ ഇരുന്ന് വേണം ധ്യാനിക്കാൻ. അപ്പം മൃഗചർമ്മം എന്ന് പറയുന്നത് ഇല്ലേ മാന്തോല് എന്നൊക്കെ ഗീതയിൽ പറയുന്നുണ്ടെങ്കിലും ഇന്നത്തെ സ്ഥിതി അനുസരിച്ച് നോൺ കണ്ടക്ടിവിറ്റി എന്തെങ്കിലും വിരിച്ചിട്ട് വേണം ധ്യാനിക്കാൻ ഇരിക്കാൻ. കമ്പിളിയോ ഇല്ലെങ്കിൽ പായോ ഒക്കെ വിരിച്ചിട്ട് വേണം ഇരിക്കാൻ എന്നുകൂടി സൂചിപ്പിക്കുന്നു. കാലത്തിനനുസരമായ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇരിപ്പിടം സുഖമായ ആസനം, അതായത് നമുക്ക് ഏത് ആസനത്തിലിരുന്നാലാണോ ശരീരത്തിനും മനസ്സിനും സുഖം തോന്നുന്നത് അങ്ങനെയുള്ള ആസനം തിരഞ്ഞെടുക്കണം. അത് അഷ്ടാംഗയോഗത്തിൽ തന്നെ 3 മണിക്കൂറെങ്കിലും ഇരിക്കാൻ പഠിക്കുന്നവന് മാത്രമേ ആസനജയം സാധിക്കുക. ആ ആസനജയം നേടിയവർക്ക് ഇങ്ങനെ ഇരുന്ന് ആ ദേഹബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആരാണ് ആത്മബോധം ആത്മസ്വരൂപമാണെന്നുള്ള ബോധതലത്തിലേക്ക് അഭ്യസിച്ച് നിരന്തരമുള്ള ശ്രമം കൊണ്ട് ഈ ആത്മബോധം ഉറക്കുകയുള്ളൂ. അത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ആത്മബോധം ലഭിക്കുകയുള്ളൂ. അതിനുള്ള നിരന്തരം ശ്രമം നടത്തണമെന്നാണ് ഭഗവാൻ ഗീതയിലും 6-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം പറയുന്നത്. അതായത് ഈ ജീവാത്മാ പരമാത്മാ ഐക്യം, ബ്രഹ്മവും നമ്മുടെ ജീവാത്മാവും തമ്മിൽ ഐക്യം താതാത്മ്യഭാവം കൈവരണമെങ്കിൽ, തന്മയീഭാവം കൈവരണമെങ്കിൽ ഈ അഭ്യാസം ശീലിച്ചേ മതിയാവൂ എന്നർത്ഥം.
അതിന് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ തത്രയാഗ്രം മനഃകൃത്വ യഥ ചിത്തേന്ദ്രിയ ക്രിയ ഉപവിശ്വാസേന യുജ്യാത യോഗമാത്മാവിശുദ്ധയെ ഇപ്രകാരമുള്ള ആസനജയം നേടി ഇരുന്നു കൊണ്ട് ഇന്ദ്രിയ വൃത്തികളെയും ചിത്തവൃത്തികളെയും നിയന്ത്രിച്ചുകൊണ്ട് യോഗി ആ യോഗത്തിന് വേണ്ടിയിട്ട് ഉപാസിക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് യോഗവിദ്യ പരിശീലിക്കുന്നവന് വളരെ വേഗം ജീവാത്മാ ശുദ്ധിയും പരമാത്മാ സിദ്ധിയും ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ ഭക്തിമാർഗത്തിൽ ജപതപാദികൾ ചെയ്യുന്ന കൂടെ തന്നെ കുറേശ്ശെ ഈ ധ്യാനം ശീലിക്കണം എന്ന് തന്നെയാണ് ഗീതയും പറയുന്നത്. ഉത്തരഗീതയിൽ 2-ാമത്തെ അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറഞ്ഞതും ഈ ജീവാത്മാ പരമാത്മാ ഐക്യമാണ്. നമ്മളൊരു സഹസ്രനാമം ജപിച്ചാലും ആ ലളിതാ സഹസ്രനാമമൊക്കെ ജപിക്കുമ്പം അവസാനിക്കുന്നത് തന്നെ ശിവശക്തിയും നമ്മുടെ ജീവശക്തിയും ഐക്യത്തെ പ്രാപിക്കുന്ന ശിവശക്തി ഐക്യരൂപിണി എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹസ്രനാമം തന്നെ ലളിതാ സഹസ്രനാമം അവസാനിക്കുന്നത്. അപ്പം നമ്മുടെ ജീവശക്തിയും ആ ശിവശക്തിയാകുന്ന ആ പരമാത്മാ ചൈതന്യവും കൂടെ ഐക്യം സ്ഥാപിക്കണം. അതിന് ഈ ജപം പോലും ഇതേപോലെ നട്ടല് നിവർത്തി സുഖാസനത്തിൽ ഇരുന്നു കൊണ്ട് നിത്യയുക്തമായിട്ട് നട്ടല് നിവർത്തി ഇരുന്ന് ശുദ്ധമായ സ്ഥലത്ത് ഇതുപോലെ ചെയ്താൽ തന്നെ നിത്യയുക്തമായിട്ട് ചെയ്താൽ ഈ യോഗം സിദ്ധിക്കുന്നതാണ്. അപ്പം സാധാരണ ഭക്തിമാർഗത്തിൽ തന്നെ ഇത് നമുക്ക് ശീലിക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നത് ജപിക്കാനിരിക്കും വിഷ്ണു സഹസ്രനാമോ ലളിതാ സഹസ്രനാമോ 10-20 മിനിറ്റ് ജപതപാദികൾ ചെയ്യുമ്പോൾ പോലും ഈ ആസനജയം നേടണം എന്നർത്ഥം. ശരീരമാണ് അതിനുപയോഗിക്കേണ്ട ശരീരമാധ്യം കലു ധർമ്മസാധനം. അതുകൊണ്ട് എത്ര കാലേത്തൻ ആവർത്തിയും ചൈവയോഗിന പ്രയാതായ അന്തിനം കാലം വൈശ്യാമി ഭരതശ്രവ. യോഗികൾ ഏത് കാലത്ത് അന്ത്യയാത്ര ചെയ്താൽ അനാവൃത്തി, അതായത് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലാകുമ്പോൾ ആ വിവരത്തെയും ഏത് കാലത്ത് അന്ത്യയാത്ര ചെയ്താൽ ആവർത്തി അഥവാ പുനർജന്മം ഉണ്ടാകുമോ ആ കാലത്തെയും ഭഗവാൻ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആണ് ഇവിടെ സൂചിപ്പിച്ചത്. ഗീതയിലെ 8-ാം അധ്യായ അക്ഷരബ്രഹ്മയോഗത്തിൽ 23-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ എത്ര കാലത്തിന് ആവർത്തിയും ചൈവയോഗിന. ഇങ്ങനെ യോഗം ശീലിച്ച ഒരാൾ ഏത് കാലത്താണ് തൻ്റെ ജീവനെ ഭഗവാനിലേക്ക് താതാത്മ്യഭാവത്തിലേക്ക് എത്തിക്കാൻ ഉചിതമായ കാലം ഏതാണെന്ന് കൂടെ ഭഗവാൻ പറയുന്നുണ്ട് എന്നർത്ഥം. അതാണ് ഉത്തരായണവും ദക്ഷിണായനത്തെ പറ്റി പറഞ്ഞു. ഏത് യോഗത്തിലൂടെ ഏത് കാലത്ത് നമ്മൾ എപ്രകാരം ഈ പറയുന്ന യോഗം ശീലിച്ച് തൻ്റെ പ്രാണനെ ആജ്ഞാചക്രത്തിൽ സ്ഥിതം ചെയ്ത് ആജ്ഞാചക്രം വഴി സമർപ്പണം നടത്തുന്നത്, അതിനും കാലദേശ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടാണ് അതനുസരിച്ചുകൊണ്ട് ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്നയാള് ഏത് കാലത്താണ് ഈ യോഗം സിദ്ധിക്കേണ്ടത്, സിദ്ധിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുന്നത് എന്നും ഏത് കാലത്ത് പ്രാണൻ ത്യജിച്ചാൽ വീണ്ടും പുനർജന്മം എടുത്ത് തിരിച്ചു വരേണ്ടി വരും അതിൻ്റെയും ഭഗവാൻ സൂചന നൽകുന്നുണ്ടെന്നർത്ഥം. അപ്പം ബ്രഹ്മാത്മാ ഐക്യം സ്ഥാപിക്കണമെങ്കിൽ അതിന് കാലദേശ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നർത്ഥം. അതനുസരിച്ചുകൊണ്ട് വേണം അനുഷ്ഠിക്കാൻ. അതുകൊണ്ട് യോഗികൾ ഏത് കാലത്ത് അന്ത്യയാത്ര ചെയ്താൽ അനാവൃത്തി, അതായത് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലെത്തുമോ ആ ജ്ഞാനത്തെയും ഏത് കാലത്തെ അന്ത്യയാത്ര ചെയ്താൽ പുനരാവർത്തനത്തിന് വിധേയമാകുക പുനർജന്മത്തിലേക്ക് പോകുമോ ആ കാലത്തെയും വിവരിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് 8-ാമത്തെ അധ്യായത്തിലെ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അഗ്നജ്യോതിരക ശുക്ല ഷണ്മാസ ഉത്തരായണം തത്ര പ്രയാതാ ഗച്ഛന്തി ബ്രഹ്മ വിദോജന. അഗ്നി, അതായത് അഗ്നി നാടിയാകുന്ന സുഷുമ്നയിൽ പ്രാണം നിൽക്കുന്ന കാലത്തെയാണ് ഇവിടെ അഗ്നി ജ്വലിച്ചു നിൽക്കുമ്പോൾ എന്ന് പറയുന്നത്. അതായത് ജ്യോതിസ് സൂര്യനാടിയാകുന്ന പിങ്കളയിൽ പ്രാണൻ നിൽക്കുന്ന കാലത്തെയാണ് ഇവിടെ അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞത്. അഖിസ് പകല്, പ്രാണങ്ങൾ ഊർധ്വഗതിയിൽ നിൽക്കുന്ന കാലം പകലാണ്. അതുകൊണ്ട് ആ വെളുത്ത പക്ഷം സഹസാര ബിന്ദുവിലേക്കുള്ള സദാഖ്യ കലയാകുന്ന പൂർണ്ണചന്ദ്രനെ കണ്ടുകൊണ്ട് പ്രാണനെ അതിലേക്ക് നയിക്കുന്ന കാലം, അതായത് ഉത്തരായണ കാലം. കലയിലുള്ള അപാനവായുവിനെ മുഴുവൻ പിങ്കളയിലേക്ക് സംക്രമിപ്പിച്ച് മുകളിലേക്ക് നയിക്കുന്ന കാലത്തെയാണ് ഇവിടെ ശുക്ലപക്ഷം എന്ന് പറഞ്ഞത്. ഈ കാലങ്ങളിൽ അന്ത്യയാത്ര ചെയ്യുന്ന ബ്രഹ്മജ്ഞാനികൾ ബ്രഹ്മത്തെ പ്രാപിക്കുന്നതാണ്. അതായത് വെളുത്ത
പക്ഷം പകൽ സമയം, സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയം, ബ്രഹ്മജ്ഞാനി ആയിരിക്കുന്ന ആള് ഈ സമയത്ത് പ്രാണൻ ത്യജിച്ചാൽ അത് പുനർജന്മമില്ലാത്ത അവസ്ഥയിലേക്ക്, ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നതാണ് എന്ന് പറഞ്ഞു. എന്നാൽ രാത്രി സദാകൃഷ്ണ ഷൺമാസ ദക്ഷിണായനം തത്ര ചാന്ദ്രമാസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തത. ധൂമമാർഗം, അതായത് പ്രയാണിക്കുന്ന അല്ലെങ്കിൽ ധൂമമാർഗം പിതൃയാന കാലം അഥവാ ദക്ഷിണായന കാലം, രാത്രി സമയത്ത് മൂലാധാരത്തിൽ കിടക്കുന്ന, അതായത് പ്രാണൻ മൂലാധാരത്തിൽ ഉറങ്ങുന്ന അന്ധകാരാവൃതമായിരിക്കുന്ന സ്ഥാനത്തെയാണ് ഇവിടെ കൃഷ്ണപക്ഷം എന്ന് പറയുന്നത്. അപാരവായു അഥവാ ചന്ദ്രൻ നശിച്ചുകൊണ്ടിരിക്കുന്ന അധോ ഗമനകാലമാണ് ദക്ഷിണായന കാലം എന്ന് പറയുന്നു. പ്രാണങ്ങൾ പിങ്കിലയിൽ അമാവാസ്യ കാലത്തെയാണ് ഇവിടെ ദക്ഷിണായന കാലം എന്ന് പറയുന്നത്. അത് കറുത്ത പക്ഷത്തില് രാത്രികാലത്ത്, ബ്രഹ്മജ്ഞാനി ആയിരുന്നാൽ പോലും രാത്രികാലത്ത് ഈ ദക്ഷിണായന കാലത്ത് കറുത്ത പക്ഷത്തിലാണ് പ്രാണം ത്യജിക്കുന്നതെങ്കിൽ അവർ പിതൃലോകം വരെ പോയിട്ട്, ചന്ദ്രലോകത്തിലാണ് പിതൃലോകം എന്ന് പറയുന്നത്, പിതൃലോകത്തെ പ്രാപിച്ച ശേഷം വീണ്ടും പുനർജന്മം എടുത്ത് വരാനിട വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കാലത്തിന്റെ സൂചനയും കൂടെ ബ്രഹ്മജ്ഞാനികളായവർ ഭീഷ്മ പിതാമഹനെ പോലെ ആ ഉത്തരായണ കാലം വരാൻ വേണ്ടിയിട്ട് കാത്തു കിടന്നതൊക്കെ ആയിട്ട് നമുക്ക് മഹാഭാരത കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഭഗവാൻ 8ാമത്തെ അധ്യായത്തിൽ 76ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശുക്ലകൃഷ്ണേം ഗതിഹേതേ ജഗത ശാശ്വതേമത ഏകത്തന ആവർത്തിം അന്യായ ആവർത്തതേ പുര. ശുക്ലമാർഗം, അതായത് ദേവയാനം, കൃഷ്ണമാർഗം, പ്രയാണം എന്നിങ്ങനെ 2 മാർഗത്തിലൂടെ അന്ത്യയാത്രകൾ, അതായത് ശുക്ലമാർഗത്തിലും കൃഷ്ണമാർഗത്തിലും 2 തരത്തിൽ പ്രയാണം ചെയ്യുന്ന ജീവാത്മാക്കൾ അഥവാ അന്ത്യയാത്രകൾ ഈ ലോകത്ത് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉത്തരായണവും ദക്ഷിണായനവും ഒക്കെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വരെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാലം ഇന്നും ഉള്ളത് തന്നെയാണ്. അവയിൽ ആദ്യ വഴിയായിരിക്കുന്ന ശുക്ലമാർഗം, അതായത് വെളുത്ത പക്ഷം, പുനർജന്മത്തിന് ഇട നൽകാത്തതും, 2ാമത്തെ മാർഗം കൃഷ്ണമാർഗം, പ്രയാണം പുനർജന്മത്തിന് ഇട നൽകുന്നതുമാണ്. അതുകൊണ്ട് നൈതേ ശ്രുതി പാർത്ഥജാനാൻ യോഗി മുഖ്യധികശ്ചിന തസ്മാ സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. യോഗികൾ ഈ 2 മാർഗങ്ങളെക്കുറിച്ചും നന്നായി പഠിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രയാണകാലത്ത് അവർക്ക് യാതൊരു സംശയവും ഉണ്ടാകുന്നതല്ല. അവർ ശുക്ല മാർഗം പ്രയാണം സ്വീകരിച്ച് പുനരാവർത്തി ഇല്ലാതെ മോക്ഷമടയുന്നവരാകും. അല്ലയോ അർജുന, അതുകൊണ്ട് നീ യോഗവിദ്യ പഠിച്ച് സദാസമയം യോഗയുക്തനായി ജീവിക്കുക. അപ്പം അർജുനോട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമുക്കും ഒക്കെ ബാധകമാണ്. നമ്മൾ ഇതുവരെ ഇതൊന്നും മനസ്സിലാക്കിയിരുന്നാൽ ഈ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഈ ശരീരം കൊണ്ട് ഈ പ്രകൃതി തത്വങ്ങളെയും ഈശ്വര തത്വങ്ങളെയും യോജിപ്പിക്കുന്നതാണ് യോഗം എന്ന് പറയുന്നത്. ആ പ്രകൃതിയുടെ സ്വരൂപമാണ് നമ്മുടെ ശരീരം. ഈ ശരീരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലിരിക്കുന്ന ജീവചൈതന്യത്തെ ആ പരമാത്മ ചൈതന്യത്തിലേക്ക് ലയിപ്പിക്കണമെങ്കിൽ ഈ ശരീരം തന്നെ ഉപയോഗിക്കണം. ശരീരമില്ലെങ്കിൽ ആത്മാവിനെ ശരിയായ ഗതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. അതേത് തലത്തിലാണ് ശരീരം ഉപേക്ഷിച്ചത് അവിടെ തന്നെ ആ തലത്തിൽ കിടന്ന് ചുറ്റി തിരിയാനിട വരും എന്നർത്ഥം. ഇനി പിതൃലോകത്തിൽ പോയാലും ഏത് ലോകത്തെയും ശരീരമെടുത്ത് വന്നാലും അതിൻ്റെ ബാക്കി കർമ്മങ്ങളിൽ കുടുങ്ങി ചരിക്കാനിട വരും. അപ്പം ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ തന്നെ കർമ്മബന്ധനങ്ങളിൽ ശുദ്ധി വരുത്തി ആ പരമമായതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ പരമമായത് എന്താണെന്ന് അറിയുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളെങ്ങോട്ട് പോകണം എന്നുള്ളതും അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നും മനസ്സിലാക്കുന്നത് അറിവാണ് ഏറ്റവും വലിയ അറിവെന്നർത്ഥം. അത് മനസ്സിലാക്കിയാൽ പിന്നെ ബാക്കി ഒന്നിലും കുടുങ്ങാതെ ഈ മോഹവലയത്തിലൊന്നും പെടാതെ യഥാർത്ഥ മാർഗത്തിലേക്ക് ലക്ഷ്യം തീരുമാനിച്ച് അതനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്ത് നമ്മൾ സ്വയം അതിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അതിന് ഈ ഒരു മാർഗത്തിന് വേണ്ടിയിട്ട് വേദമാർഗങ്ങളോ, അതാണ് വേദേഷു യജ്ഞേഷു തപസ്സു ചൈവ ദാനേഷു പുണ്യഫലം പ്രതിഷ്ഠം ഹത്യേതി സത് സർവമിതം വിദിത്വ യോഗി പരം സ്ഥാനം ഉപേതി ചാദ്യം. അതായത് വേദങ്ങൾ പഠിച്ച് ആചരിക്കുന്നതിൽ നിന്നും ലഭിക്കുന്ന പുണ്യത്തെക്കാൾ ഉപരിയായ ഫലമാണ് യോഗവിദ്യ പഠിക്കുന്നതിന് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ യജ്ഞാദി കർമ്മങ്ങൾ, വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിക്കുക, ദാനാദി കർമ്മങ്ങൾ ചെയ്യുക,
തുടങ്ങിയ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ലഭിക്കുന്ന സത്ഫലത്തേക്കാൾ ഉന്നതമായ ഫലമാണ് യോഗിക്ക് ലഭിക്കുന്നത്. യോഗവിദ്യയിലൂടെ യോഗിക്ക് സർവോത്കൃഷ്ടമായിരിക്കുന്ന ഫലവും പരമസ്ഥാനവും ലഭിക്കുന്നു. അതുകൊണ്ട് ഉപാസിക്കേണ്ട യോഗവിദ്യ തന്നെയാകുന്നു. ഉപാസിക്കേണ്ട വിദ്യ യോഗവിദ്യ തന്നെയാകുന്നു. ഉത്തരഗീത 2-ാം അധ്യായം 17-ാം ശ്ലോകത്തിൽ ഗുണങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. യോഗസമാധി സാധനയിൽ ഗുണങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ സ്വഭാവ ഗുണം. എന്തുകൊണ്ടെന്നാൽ സത്വരജ തമോ ഗുണങ്ങൾക്ക് അടിസ്ഥാനം മനസ്സാകുന്നു. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണല്ലോ, യോഗം എന്ന് പറഞ്ഞാൽ തന്നെ ചിത്തവൃത്തി നിരോധമാണ് എന്നാണല്ലോ പ്രമാണം പറയുന്നത്. അപ്പോൾ മനസ്സിനെ സ്വാധീനിക്കുന്ന ഗുണങ്ങൾക്ക് യോഗസാധനയിലും നിർണായകമായ കാരകത്വമുണ്ട്. രജസ്തമോ ഗുണങ്ങളെ ദൂരീകരിച്ച് സത്വഗുണത്തെ വർദ്ധിപ്പിക്കുകയാണ് സാധകൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് സത്വം രജസ് തമസ് ചേർന്നതാണ് നമ്മുടെ സ്വഭാവം. അതുകൊണ്ട് സത്വം രജസ് തമസ് എന്നീ ത്രിഗുണങ്ങളെക്കുറിച്ച് സാധകൻ നന്നായി അറിഞ്ഞിരിക്കുകയും ഭഗവത്ഗീതയിൽ ഗുണങ്ങളെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. ഗുണത്രയ വിഭാഗയോഗം എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ അതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കണം ഒരു യോഗിയാകാൻ ഇച്ഛിക്കുന്നയാള് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ 2-ാം അധ്യായത്തില് ഉത്തരഗീതയിൽ 2-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ ഗുണങ്ങളെപ്പറ്റി ഭഗവാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഗുണാശ്ചൈതേച സർവശഃ. അതെപ്പോഴാ പറഞ്ഞത്? ദീപാശ നിമഗ്നാവേദാഹ ശാസ്ത്രവിദ്യ കലാക്ഷര സ്വരമന്ത്ര പുരാണാനി ഗുണൈശ്ചൈതേജ സർവശഃ. ദ്വീപുകൾ, താഴ്വരകൾ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, വിദ്യകൾ, കലകൾ, സർവജ്ഞങ്ങൾ, മന്ത്ര പുരാണാദികൾ, ത്രിഗുണങ്ങൾ, സത്വങ്ങൾ, പ്രമാണങ്ങൾ, ജീവൻ തുടങ്ങിയ സർവവും ഈ സുഷുമ്നയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചലനം പോലും നിയന്ത്രിക്കപ്പെടുന്ന സുഷുമ്നാ നാഡിയുടെ പ്രകൃതി ഗുണങ്ങളും അതിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് 17-ാമത്തെ ശ്ലോകത്തിൽ. അത് തന്നെ. അപ്പം ഗുണങ്ങളെ പറ്റി മനസ്സിലാക്കണം. ഒരു യോഗിയാക്കാൻ ഇച്ഛിക്കുന്ന ആള് തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവ ഗുണം ക്രിയേറ്റ് ആകുന്നത് പ്രകൃതി ഗുണങ്ങളെ കൊണ്ടാണ്. അതുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങളുടെ വിഭാഗീയതയും അതിൻ്റെ ശ്രേഷ്ഠതയും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ തമോ ഗുണത്തെ ജയിച്ച് രജോ ഗുണത്തെയും, തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിച്ച്, രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിച്ച്, സത്വഗുണത്തെ ജ്ഞാനം കൊണ്ട് ജയിച്ച് ഗുണാതീത ഭാവത്തിൽ എത്തുമ്പോഴേ ഗുണാതീതമായിരിക്കുന്ന ആത്മചൈതന്യത്തിലേക്ക്, ബ്രഹ്മചൈതന്യത്തിലേക്ക് നമ്മുടെ ജീവാത്മാവിനെ താതാത്മ്യഭാവത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പം ആ ഗുണത്രയ വിഭാഗ യോഗം ഗീതയിൽ പറയുന്നുണ്ടെങ്കിൽ അത് ശരിക്ക് പഠിച്ച് ഗ്രഹിക്കണം. സത്വം രജസ്തമൈതി, അതിൽ തന്നെ 4-ാം അധ്യായമാണ് ഗുണത്രയ വിഭാഗ യോഗം. അത് 5-ാമത്തെ ശ്ലോകം, കുറച്ച് ശ്ലോകങ്ങൾ ഈ 14-ാമത്തെ അധ്യായത്തിൽ തന്നെ ഈ ഉത്തരഗീതയിൽ 17-ാമത്തെ ശ്ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ സത്വം രജസ്തമൈതി ഗുണ പ്രകൃതി സംഭവ നിബന്ധനന്തി മഹാബാഹോ ദേഹേ ദേഹീനമഭയം. അല്ലയോ മഹാബാഹുവായിരിക്കുന്ന അർജുന, നീ കേട്ടാലും പ്രകൃതിയിൽ നിന്നും ഉത്ഭവിച്ച സത്വം രജസ് തമസ് എന്നീ 3 ഗുണങ്ങൾ ദേഹത്തിൽ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദേഹവും പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഉത്ഭവവേളയിൽ തന്നെ പ്രകൃതിജന്യമായിരിക്കുന്ന ഗുണങ്ങളും ദേഹത്തിൽ ആവിർഭവിച്ച് പ്രകടമാകും. അവ്യനായിരിക്കുന്ന അഥവാ നാശരഹിതമായിരിക്കുന്ന ആത്മാവിനെ ദേഹത്തോട് ബന്ധിപ്പിച്ച് നിർത്തുന്നത് ഈ ഗുണത്രയങ്ങളാണ്. അതുകൊണ്ട് അതിനെ ജീവിച്ചിരിക്കുന്നിടത്തോളം ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ഈ ഗുണങ്ങളെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാനും സാധ്യമല്ല. കാരണം ആത്മാവുമായിട്ട് ബന്ധിപ്പിച്ച് ഒട്ടിച്ച് നിർത്തിയിരിക്കുന്നത് ഈ ത്രിഗുണങ്ങളാണ്. അത് പ്രകൃതിയിൽ നിന്നുണ്ടായി. ശരീരവും പ്രകൃതിയുടെ ഉൽപ്പന്നമാണ്. അതുകൊണ്ട് തത്രസത്വം നിർമ്മലത്താൽ പ്രകാശകനാമയം സുഖസംഖ്യേന ബന്ധനാദി ജ്ഞാനസംഖ്യേന ജാനക. അല്ലയോ പാപരഹിതനായ അർജുന, ത്രിഗുണങ്ങളിൽ സത്വം ഗുണം നിർമ്മലമാകുന്നു. അതുകൊണ്ട് സത്വഗുണം സദാ പ്രകാശമാനമായിരിക്കും. ശാരീരികമായിട്ടും മാനസികമായിട്ടും യാതൊരു അലട്ടലും ഉണ്ടാകാത്ത ശാന്തത്വം ഹേതുവായിക്കൊണ്ട് എപ്പോഴും സുഖത്തോട് ചേർന്ന് നിൽക്കുന്ന ആണ് സത്വഗുണത്തിൻ്റെ സ്വഭാവം. അതായത് സത്വഗുണം സദാസമയവും സുഖത്തോടും ജ്ഞാനത്തോടും കൂടിയതാകുന്നു. നമ്മൾ ഏത് തരത്തിലുള്ള ഇന്ദ്രിയ ഭോഗസുഖങ്ങൾ അനുഭവിക്കുന്നുണ്ടോ
അതെല്ലാം സത്വഗുണത്തിൻ്റെ പ്രഭാവം കൊണ്ടാണ് അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അതോടൊപ്പം ഏത് തരത്തിലുള്ള ജ്ഞാനവും നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ, അറിവ് നേടണമെങ്കിൽ അവിടെയും സത്വഗുണത്തിൻ്റെ പ്രഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അതും സാധിക്കൂ. അപ്പം അറിവ് നേടണമെങ്കിലും സത്വഗുണത്തിൻ്റെ ഫലം അറിവും, അതേപോലെ സുഖം അനുഭവിക്കണമെങ്കിൽ, ഏത് തരത്തിലുള്ള സുഖവും അനുഭവയോഗ്യമാണെങ്കിൽ നമ്മളിൽ സത്വഗുണത്തിൻ്റെ പ്രഭാവം ഉണ്ടായിരിക്കണം. ജന്മനാൽ തന്നെ 3 ഗുണങ്ങളും ഉണ്ടാകും എന്ന് നമ്മൾ ഉറപ്പിച്ചു കൊള്ളണം. ഇതിൽ സത്വഗുണത്തിൻ്റെ പ്രഭാവം കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതം സുഖകരമായിട്ട് തോന്നുകയും സുഖം അനുഭവിക്കാനും അതേപോലെ ഏത് തരത്തിലുള്ള അറിവ് നേടാനുമുള്ള ഉത്സാഹമൊക്കെ ഉണ്ടാകും. അതാണ് സത്വഗുണത്തിൻ്റെ പ്രഭാവത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതും ആ ഗുണഭാവങ്ങളെ തിരിച്ചറിയണമെങ്കിൽ ഇവിടെ അർജുനനെ പേരെടുത്ത് പറയുമ്പോൾ, സംബോധന ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നത് പാപരഹിതനായ അർജുന എന്നാണ്. അപ്പം നമുക്ക് ഈ അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാകുന്നതും എല്ലാത്തിലും മറിഞ്ഞ് എല്ലാത്തിനും പരമമായതിൽ നിന്ന് അകറ്റി നിർത്തുന്നതും അതിനെ മായയിൽപ്പെടുത്തി മറയ്ക്കുന്നതും ഈ സത്വരജ തമോ ഗുണങ്ങളാകുന്ന മൂലപ്രകൃതി അഥവാ മായയാണ്. ഇതും ഭഗവാനിൽ നിന്നുണ്ടായതാണ്. എപ്പോഴാണോ പാപരാഹിത്യം വരുന്നത് അപ്പോൾ മാത്രമേ ഈ ഗുണഭേദങ്ങളിൽ നമ്മളിൽ പ്രകടമാകുന്നത് നമ്മൾ തന്നെ തിരിച്ചറിയാൻ ഇടവരും. അപ്പോൾ സത്വഗുണപ്രഭാവം കൂടി നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഏത് കാലത്തായാലും വേണ്ടില്ല ഏതെങ്കിലും തരത്തിൽ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ഭൗതികമായിട്ട് ആത്മീയമായിട്ടുള്ള അറിവ് നേടാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വ്യക്തിയിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കും. തേജോ രജോ രാഗാത്മകം വിധി തൃഷ്ണാസംഗ സമുദ്ഭവം തനി ബന്ധനാദി കൗന്ദേയ കർമ്മസംഖ്യേന ദേഹിനം. രജോ ഗുണം രാഗത്തോടു കൂടിയതാകുന്നു. രാഗത്തിന് ചുവപ്പ് നിറം, രജകത്വം, ആശാസ്വരൂപം തുടങ്ങിയ എല്ലാ അർത്ഥങ്ങളിലും ഇത് ചേർന്നതാണ്. അതായത് കിട്ടാത്തതിൽ ആഗ്രഹവും കിട്ടിയത് കൂടുതൽ വേണമെന്ന ആസക്തിയും രജോ ഗുണത്തിൻ്റെ സ്വഭാവം ഉണ്ടാകും. രജോ ഗുണം കർമ്മങ്ങൾ ചെയ്യുവാനുള്ള പ്രേരണ നൽകിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. കർമ്മസംഘത്താൽ രജോ ഗുണം ദേഹിയെ ബന്ധിപ്പിക്കും. മനുഷ്യന് പൊതുവെ രജോ ഗുണമാണ് ആധിക്യം കൂടി നിൽക്കുക. അതുകൊണ്ട് കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ആഗ്രഹം ഉണ്ടാകുകയും അതിനു വേണ്ടിയിട്ട് ശരീരം കൊണ്ട് പായുകയൊക്കെ ചെയ്യുന്നത് നമ്മളിൽ രജോ ഗുണ പ്രഭാവം കൂടുതലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് രാഗദ്വേഷാദികളെ വർദ്ധിപ്പിക്കും. കൂടുതൽ കിട്ടണമെന്ന് തോന്നുക, കിട്ടിയത് കൊണ്ട് തൃപ്തി വരാതിരിക്കുക, വീണ്ടും വേണമെന്ന് തോന്നുക, ഇതൊക്കെ രാഗദ്വേഷാദികളും അത് കിട്ടാതെ വരുമ്പോൾ ഇച്ഛിക്കുന്ന കാര്യം കിട്ടിയിട്ട് നഷ്ടപ്പെട്ടാലും ദുഃഖിക്കാൻ കാരണമാകും. ഇഷ്ടമുള്ളത് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതിന് ക്രോധത്തെ വെളിവാക്കും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കർമ്മബന്ധനത്തിൽ കൂടുതൽ പെടുന്നതും ഈ രജോ ഗുണ പ്രഭാവം കൊണ്ടാണ്. മനുഷ്യൻ ഒരിക്കലും ഈശ്വരനിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നത് രജോ ഗുണപ്രഭാവം കൂടി നിൽക്കുന്ന ബ്രാഹ്മണരോ ക്ഷത്രിയരോ വൈശ്യരോ മനുഷ്യജന്മത്തിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ പൊതു സ്വഭാവം രജോ ഗുണാത്മകമാണ്. അത് ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും മനുഷ്യരുടെ ഇടയിൽ രജോ ഗുണാത്മക സ്വഭാവമായിരിക്കും ആധിക്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മനുഷ്യൻ പൊതുവേ കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരം പോലും ശ്രദ്ധിക്കാതെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കണം. അങ്ങനെ അനേക ജന്മങ്ങൾ മനുഷ്യന് വ്യർത്ഥമാകാനും ഇടവരുന്നർത്ഥം. അതുകൊണ്ട് രജോ ഗുണത്തിൻ്റെ അധിപന്മാരാണ്, അതാണ് മനുഷ്യനിൽ കൂടുതൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് സുഖം ലഭിച്ചാലും വീണ്ടും വീണ്ടും ദുഃഖത്തിലേക്ക് വീഴാനും ഇടവരും. അത് കൂടുതൽ കർമ്മബന്ധനത്തിൽപ്പെടുത്തുന്നതും ഈ രജോ ഗുണമാണ്. രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവർക്കാണ് വീണ്ടും വീണ്ടും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ജനിക്കേണ്ടതായിട്ടും വരും. ഇനി തമോ ഗുണം വർദ്ധിച്ചാലോ? തമസ് അജ്ഞാനജം വിധി മോഹനം സർവദേഹിനാം പ്രമാദം ആലസ്യ നിദ്രാവി തനിബന്ധനാദി ഭാരത. തമോ ഗുണം വർദ്ധിച്ചിരിക്കുമ്പോൾ, തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നും ഉണ്ടായതാണ് അഥവാ അവിദ്യയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അത് എല്ലാ ജീവികൾക്കും ഭ്രാന്തിയെ ഉണ്ടാക്കുന്നതും അഥവാ മനോവൈകല്യത്തെ ഉണ്ടാക്കുന്നതും തമോ ഗുണം അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. അത് നമ്മളെ മനോവൈകല്യത്തിൽ മാനസിക അസ്വസ്ഥതയുണ്ടാക്കുന്നതും അഥവാ പ്രമാദം അഥവാ അബന്ധം അഥവാ ആലസ്യം, നിദ്ര തുടങ്ങിയവയിൽ ദേഹിയെ ബന്ധിപ്പിക്കും.
ആലസ്യവും, ഏത് ജോലിയും കൃത്യസമയത്ത് ചെയ്യാതിരിക്കുക, എപ്പോഴും കിടന്നുറങ്ങണം തോന്നുക, ഇതൊക്കെ തമോ ഗുണത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിക്കുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കും. പക്ഷെ പ്രവർത്തിക്കുമ്പം അത് ആഗ്രഹങ്ങളുടെ പിന്നാലെ പിന്നെയും പിന്നെയും രജോ ഗുണത്തിൽ ബന്ധിപ്പിക്കും. കിട്ടിയത് പോരാൻ തോന്നും, വീണ്ടും വീണ്ടും കിട്ടണമെന്നും, കിട്ടിയത് നഷ്ടപ്പെട്ട ദുഃഖിക്കാനിടവരും. ഇനി കിട്ടിയത് പോരാ എന്നുള്ളത് തോന്നുമ്പോൾ വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കും. കിട്ടാൻ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അവിടെയൊക്കെ ക്രോധം വരികയും രാഗദ്വേഷാദികൾക്ക് വിധേയനാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഗുണപ്രഭാവത്തിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം, ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ യഥാർത്ഥ അറിവ് വേണം. അറിവ് ലഭിക്കണേ സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. അപ്പോൾ തമോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് വർദ്ധിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ചെയ്യുമ്പം അതിൽ നിന്നും നമുക്ക് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്താൽ ദോഷം ചെയ്യാതിരിക്കും. അപ്പോൾ സത്വഗുണത്തിൽ നിന്നാണ് ഈ അറിവ്, എവിടെയൊക്കെയാണ് ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഗുണവും ദോഷവും ഉള്ളതെന്ന് കണ്ടെത്തിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് ഇതിനെ താതാത്മ്യഭാവത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ സത്വഗുണാത്മകനായിട്ട് നമ്മൾ മാറണം. അപ്പോഴേ നമുക്ക് ജീവിതത്തെ തന്നെ ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഊർധ്വം ഗച്ഛന്തി സത്വസ മധ്യേ തിഷ്ഠന്തി രജസ അതോ ഗച്ഛന്തി താമസ. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ 3 ഓപ്ഷനുണ്ട്. അതിനെ ഉയർത്തിക്കൊണ്ട് വരണേ സത്വഗുണം വർദ്ധിപ്പിക്കണം, തൽസ്ഥിതി നിലനിർത്തണമെങ്കിൽ രജോ ഗുണത്തിൽ നിൽക്കണം, അതിനെ അധപ്പതിപ്പിക്കാൻ പോയാൽ അത് തമോ ഗുണത്തിൻ്റെ ആധിക്യം കൊണ്ടായിരിക്കും അധപ്പതനം സംഭവിക്കുക. അപ്പോൾ ഇതിനെ 3നും ജയിച്ചാലോ അവിടെയാണ് ഗുണാതീത ഭാവത്തിൽ നമ്മൾ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് എത്തിച്ച് ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കണം. താതാത്മ്യം ഉണ്ടാകണമെങ്കിൽ ഗുണാതീതനായി ഭവിക്കണം. അതുകൊണ്ടാണ് അർജുനനോട് നീ ബ്രഹ്മനിഷ്ഠനായിട്ടിരിക്കൂ എന്ന് പറഞ്ഞാൽ ഗുണാതീതനായിട്ട് ഇരിക്കാൻ ശ്രമിക്കൂ എന്നാണ് നമ്മളോടും പറയുന്നത്. അത് ഗുരുവായൂരപ്പനായിരിക്കാൻ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയണ്ട നായനമാർഗേണ മഹിം മഹിഷാഗോ ബ്രാഹ്മണേഭ്യ സുമസ്ത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.